ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി. ഞാൻ വേഗം കയറി സീറ്റിലിരുന്നു. ബസ് കുറച്ച് സമയം കൂടി അവിടെ സ്റ്റോപ്പിൽ തന്നെ നിർത്തിയിട്ടു. ആ സമയത്താണ് എനിക്കൊരു ഫോൺ വന്നത്. എവിടെയാണിപ്പോൾ എന്ന് എൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഐ ആം ഇൻ ദ ബസ്. കുറച്ച് സമയം കഴിഞ്ഞ് ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ് മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഫോൺ. എവിടെയാണിപ്പോൾ എന്ന് ചോദിച്ചു വീണ്ടും. ഞാൻ പറഞ്ഞു, ഐ ആം ഓൺ ദ ബസ്. ആദ്യം കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഐ ആം ഇൻ ദ ബസ് എന്നാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞത് ഐ ആം ഓൺ ദ ബസ് എന്നാണ്. എന്താ അങ്ങനെ ഒരു മാറ്റം? പറയാം. ബസ് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഇൻ ദ ബസ് എന്ന് പറയാം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ ഐ ആം ഓൺ ദ ബസ് എന്ന് പറയണം. ഇനി ഐ ആം സിറ്റിംഗ് ഇൻ ദ ബസ് എന്ന് പറയാം. ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് എന്ന് പറയാം. ദെയർ ആർ 50 സീറ്റ്സ് ഇൻ ദ ബസ് എന്ന് പറയാം. പക്ഷേ ഐ ആം ഇൻ ദ ബസ് അല്ലെങ്കിൽ ഐ ആം ഓൺ ദ ബസ് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ട്രെയിനിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ ഐ ആം ഓൺ ദ ട്രെയിൻ എന്ന് പറയാം. ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ് എങ്കിലോ ഐ ആം ഇൻ ദ ട്രെയിൻ. ഇനി കാറിൻ്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇൻ ദ കാർ എന്ന് തന്നെ പറയണം. അത് കാർ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിലും നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും ഇൻ ദ കാർ എന്ന് തന്നെ പറയണം. എയ്റോപ്ലെയിൻ്റെ കാര്യമാണെങ്കിൽ ഐ ആം ഓൺ ദ പ്ലെയിൻ പറയാം. അതേപോലെ തന്നെ ഐ ആം ഇൻ ദ പ്ലെയിൻ പറയാം. ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ ഐ ആം ഓൺ ദ പ്ലെയിൻ. അതല്ല, പ്ലെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഐ ആം ഇൻ ദ പ്ലെയിൻ എന്ന് പറയാം. ഇനി ഹെലികോപ്റ്ററിൻ്റെ കാര്യമാണെങ്കിൽ ഇൻ ദ ഹെലികോപ്റ്റർ എന്ന് തന്നെ പറയണം. ഓൺ ദ ഹെലികോപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇതെന്തായി ഇങ്ങനെ? ചില വെഹിക്കിൾസിൻ്റെ കാര്യം മാത്രം ഇൻ ഉപയോഗിക്കാം, ഓൺ ഉപയോഗിക്കാം. പക്ഷേ ചിലതിന് മാത്രം അങ്ങനെ പറ്റില്ല എന്ന്. എന്താണ് അതിൻ്റെ കാര്യം എന്നറിയണ്ടേ? ബസ്സിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കയറുന്നത്? വി ഹാവ് ടു വാക്ക് ടു സീറ്റ്. നടന്നിട്ടാണ് കയറുന്നത്. അതുപോലെ തന്നെ വി ക്യാൻ വാക്ക് അറൗണ്ട്. ഇല്ലേ? നമുക്ക് നടക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാൻ പറ്റും ബസ്സിനകത്ത്. വി ക്യാൻ സ്റ്റാൻഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും പറ്റും. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് ഇൻ അതുപോലെ ഓൺ ഉപയോഗിക്കാം. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇൻ. അല്ലാത്ത വെഹിക്കിൾസിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും എഴുന്നേറ്റ് നിൽക്കാനും ഒന്നും പറ്റാത്ത ചില വെഹിക്കിൾസ് ഉണ്ട്. കാറിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല, നമുക്ക് ഇരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കാർ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും ഇൻ ദ കാർ എന്ന് തന്നെ യൂസ് ചെയ്യണം. ഹെലികോപ്റ്ററിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതിനകത്തേക്ക് നമുക്ക് നടക്കാനോ അതല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇൻ ദ ഹെലികോപ്റ്റർ എന്ന് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇൻ ദ ബസ്, ഓൺ ദ ബസ്, ഇൻ ആൻ എയ്റോപ്ലെയിൻ, ഓൺ ആൻ എയ്റോപ്ലെയിൻ, ഇൻ എ ഫ്ലൈറ്റ്, ഓൺ എ ഫ്ലൈറ്റ്, in a car, in a taxi, in a helicopter, in a truck,